സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം തുടർന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം ഇങ്ങനെ തുടരുകയാണ്. ഓരോരോ ദിവസവും കൂടുംതോറും ഓരോരോ സമരമുറകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മൈമുമായിട്ടാണ് ഇവർ സമര രംഗത്ത് ഉള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? രീതി മാറി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മൈമ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ, കൂടാതെ തന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ മൈമിലൂടെ പ്രധാനമായും ഈ ഉദ്യോഗാർത്ഥികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, കൂടാതെ ഈ പഠനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുണ്ട്, കുട്ടികളുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 12 ദിവസമായി രാപ്പകൽ സമരം, നിരാഹാര സമരം ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള യുവതികൾ, കൂടാതെ മറ്റു ആളുകളടക്കം തന്നെ ഈ പരിശീലനം നടത്തുന്നു, പഠനം നടത്തുന്നു. അതിനുശേഷം പിന്നീട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു. എന്നാൽ അതിന് പിന്നാലെ തന്നെ സർക്കാർ വരുന്നു, നോ വേക്കൻസി എന്ന് കാണിക്കുന്നു, ഒഴിവില്ല എന്ന് കാണിക്കുന്നു. ഈ ഒരു ചിത്രീകരണം തന്നെയാണ് ഈ മൈമിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസമായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധ മാർഗങ്ങളടക്കം തന്നെ സ്വീകരിക്കുന്ന ഒരു രീതി അടക്കമുണ്ടായിരുന്നു. കൂടാതെ അതിനെതിരെ തന്നെ ഈ കല്ലുപ്പിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധം, ഭിക്ഷ യാചിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വ്യത്യസ്ത മാർഗങ്ങളിലൂടെയുള്ള പ്രതിഷേധ രീതികൾ തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. മുട്ടുകുത്തിക്കൊണ്ടുള്ള സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയും ഇവിടെ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സമര രീതികൾ ആണ് നടത്തുന്നത്. ഈ നിയമനം അല്ലെങ്കിൽ 19-ാം തീയതി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. 2 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണുള്ളത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതുവരെയും സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപാട് അല്ലെങ്കിൽ ഇടപെട്ടിട്ടില്ല, ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം തന്നെ ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യം കേട്ടപ്പോൾ അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്ന അല്ലെങ്കിൽ അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെട്ട് ഒരു തീരുമാനമുണ്ടാക്കും എന്നുള്ള ഒരു പ്രത്യാശയിൽ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. വിവിധങ്ങളായിട്ടുള്ള സമര രീതികൾ, സമരമുറകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കയ്യിൽ കർപ്പൂരം കത്തിച്ചും മുട്ടിലിഴഞ്ഞും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. 12 ദിവസത്തോളം അവരുടെ നിരാഹാര സമരം തുടരുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. ഇനി 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനയ രാജ്.